ഇടുങ്ങിയ സ്പേസിൽ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പേസിൽ എങ്ങനെ ഒരു വണ്ടി റിവേഴ്സ് ഓടിക്കാം? എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ വീടിന് മുന്നിലായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്, സൈഡിലായിട്ട് ഒരു മതിലുണ്ട്, അതോടൊപ്പം തന്നെ സൈഡിലൊരു ഭിത്തിയുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വണ്ടി ബൈക്ക് എടുക്കുമ്പോൾ കൃത്യമായിട്ട് സൈഡൊക്കെ പറയാൻ സാധ്യതയുണ്ട്. കാരണം ചെറിയൊരു സ്പേസ് ആയതുകൊണ്ട് മാക്സിമം ഡീറ്റെയിൽസ് നൽകിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തുക. മുൻവശം ശ്രദ്ധിക്കണം, വണ്ടിയുടെ ലെഫ്റ്റും റൈറ്റും ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ ക്ലിയർ ആയിട്ട് വണ്ടിയുടെ ബാക്കും ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഏറ്റവും ആദ്യം ഒന്ന് പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. പ്രാക്ടിക്കലായിട്ട് ഒരു വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ, ഇടുങ്ങിയ സ്പേസിൽ റിവേഴ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? വണ്ടിയുടെ പിൻഭാഗം മാക്സിമം കാണാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾ വണ്ടിയുടെ ഉള്ളിലുള്ള കണ്ണാടികൾ ക്രമീകരിക്കുക. അതായത് വണ്ടിയുടെ പിൻഭാഗം മാക്സിമം നമുക്ക് കാണണം. ബ്ലൈൻഡ് സ്പോട്ടുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ വണ്ടിയുടെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഓൾറെഡി തന്നെ വണ്ടിയുടെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ തൊട്ട് മേളിൽ കൊടുക്കാം. എന്നാലും നമ്മളിപ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സൈഡിലെ മിററിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 20% നമുക്ക് വണ്ടിയുടെ ബാക്ക്, അതായത് വണ്ടിയുടെ ബാക്കിൻ്റെ ആ ഡോറ് ഉൾപ്പെടെ ഒരു 20% നമുക്ക് വണ്ടിയുടെ ബാക്ക് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് ബാക്കി 80% കാണാവുന്ന രീതിയിൽ വേണം നിങ്ങൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാൻ. ഇനി വണ്ടിയുടെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ബാക്കിലെ വിൻഷീൽഡ് കാണാവുന്ന രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഏറ്റവും പുറകിലുള്ള ആ മതിൽ വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങൾ കൃത്യമായിട്ടും വണ്ടിയുടെ ഉള്ളിലുള്ള റിയർ വ്യൂ മിറർ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കോ ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് വരുന്ന മിറർ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും വണ്ടിയുടെ ബാക്കിൻ്റെ ആ ഡോർ ഉൾപ്പെടെയുള്ള ഒരു ഭാഗം ഒരു 20% നമുക്ക് കാണാം. ബാക്കി 80% നമുക്ക് ആ ഭിത്തി, അതോടൊപ്പം തന്നെ ആ സൈഡിലുള്ള സ്പേസ് ക്ലിയർ ആയിട്ട് കാണാം. വണ്ടി റിവേഴ്സിൽ ഓടിക്കുമ്പോൾ എങ്ങനെ ഓടിക്കാം? പ്രധാനമായിട്ട് നിങ്ങൾ വണ്ടിയുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഏറ്റവും സാവധാനത്തിൽ നിങ്ങൾ വണ്ടി ബാക്കിലേക്ക് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. വണ്ടിയുടെ മൂവ്മെൻറ്റ് ഒരു കാരണവശാലും ഒരുപാട് കൂടാൻ പാടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ലച്ച് കൺട്രോളിങ്ങും ആക്സിലറേറ്റർ കൺട്രോളിങ്ങും. നിങ്ങൾ മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഏറ്റവും സാവധാനത്തിൽ ആക്സിലറേറ്റർ കൊടുത്ത് റിവേഴ്സ് ഗിയറിൽ നിങ്ങൾ വണ്ടി പുറകോട്ട് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ആക്സിലറേറ്ററിൻ്റെ അളവ് ഒരു കാരണവശാലും കൂടുവാൻ പാടില്ല. കാരണം ഇടുങ്ങിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ ആക്സിലറേറ്ററിൻ്റെ അളവ് കൂടുകയോ ക്ലച്ചിൽ നിന്ന് അയക്കുന്നത് വളരെ വേഗത്തിൽ ആവുകയോ ചെയ്താൽ സംഭവിക്കുന്നത് പെട്ടെന്ന് വണ്ടി ബാക്കിലേക്ക് പോവുകയും സൈഡിലുള്ള ഒബ്ജക്റ്റിൽ കൃത്യമായിട്ട് ഇടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ തുടക്കക്കാർക്ക് ഞാൻ അതിനൊരു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങൾ ബിഗിനർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കത്തിൽ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് മാത്രം കാലയച്ച് വണ്ടി ബാക്കിലേക്ക് എടുക്കുക. ഓൾറെഡി മിക്ക വാഹനങ്ങൾക്കും സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ക്ലച്ചിൽ നിന്ന് നമ്മൾ മെല്ലെ കാലയക്കുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു റണ്ണിങ് ഉണ്ടാകുന്നു. വണ്ടിയുടെ വേഗത കൂടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ച് അമർത്തി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എന്നാൽ ചെയ്യേണ്ട ശരിയായ ഒരു വിധം ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നതിനോടൊപ്പം തന്നെ ആക്സിലറേറ്റർ കൊടുത്തൊരു വണ്ടി പുറകോട്ട് എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വാഹനം പുറകോട്ട് എടുക്കുമ്പോൾ നിർത്തി എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന് വണ്ടി ബാക്കിലേക്ക് എടുക്കുക, അതായത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വാഹനം മെല്ലെ ബാക്കിലേക്ക് എടുക്കുക. അതിനുശേഷം വണ്ടി ഒന്ന് നിർത്തുക. ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിങ്ങൾ വണ്ടി ഒന്ന് നിർത്തുക. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, വണ്ടിയുടെ ബാക്ക്, മുൻവശം എല്ലാം കൃത്യമായിട്ട് നോക്കി ഒരിടത്തും തട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി ഇതിന് ശേഷം മാത്രം നിങ്ങൾ വീണ്ടും വണ്ടി ബാക്കിലേക്ക് എടുക്കുക. അങ്ങനെ നിർത്തി നിങ്ങൾ സാവധാനത്തിൽ വണ്ടി പുറകോട്ട് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാറ് റിവേഴ്സ് ഒന്ന് ഓടിച്ചു നോക്കാം. നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള മിറർ കൃത്യമായിട്ടും വണ്ടിയുടെ ബാക്ക് കാണാവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. വണ്ടിയുടെ പിൻവശം നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ വണ്ടിയുടെ മുൻവശവും നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫുട് പെഡലിൻ്റെ കൺട്രോളിംഗ് ആണ്, അതായത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിംഗ് ആണ്. ഏറ്റവും സാവധാനത്തിൽ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി റിവേഴ്സ് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു വാഹനം നമ്മൾ മുന്നോട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? ഗിയർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി നമ്മൾ മുന്നോട്ടെടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് റിവേഴ്സ് ഗിയർ കൊടുത്ത ഒരു വാഹനം നമ്മൾ പിന്നോട്ടെടുക്കുമ്പോഴും ക്ലച്ചിൽ നിന്ന് കാലയച്ച് മുന്നോട്ട് ആക്സിലറേറ്റർ കൊടുത്ത് തന്നെയാണ് നമ്മളൊരു വാഹനം റിവേഴ്സിലേക്ക് എടുക്കുന്നത്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി മൂവ് ആകുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ കാലിതേ ബ്രേക്കിൽ വരുന്നു, ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ഞാൻ ന്യൂട്രാക്കുന്നു, ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഞാൻ വീണ്ടും റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ഇനി നമ്മൾ വാഹനം പുറകോട്ട് എടുക്കാൻ പോവുകയാണ്. മിറർ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലയക്കുക. ഇപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലയച്ചപ്പോൾ വണ്ടി ചെറുതായിട്ടൊന്ന് അനങ്ങി. കാരണം
നിരപ്പ് റോഡാണെങ്കിലും ചെറിയൊരു സ്ലോപ്പ്, വണ്ടി ബാക്കിലേക്ക് ഉരുളാനുള്ള ഒരു സ്ലോപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വണ്ടി ബാക്കിലേക്ക് ഒന്നനങ്ങി. ഇപ്പോൾ അനക്കം മാറി. അപ്പോൾ നമുക്ക് വാഹനം ബാക്കിലേക്ക് എടുക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഒരു കാരണവശാലും ആക്സിലറേറ്ററിൻ്റെ അളവ് കൂടാൻ പാടില്ല. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ഓക്കെ, ചെറുതായിട്ട് ഞാനിത് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. മെല്ലെ അയച്ചപ്പോൾ വണ്ടി റണ്ണായി. വീണ്ടും ഞാൻ ഇതേ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി. അതായത് ക്ലച്ചിൽ നിന്ന് കാലയച്ചപ്പോൾ ആ റണ്ണിങ് പൊസിഷനിൽ വണ്ടി വന്നപ്പോഴത്തേന് മെല്ലെ വണ്ടി ബാക്കിലേക്ക് റൺ ചെയ്ത് തുടങ്ങി. വണ്ടിയുടെ വേഗത കൂടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. ഇപ്പോൾ ഞാൻ ചെയ്തത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആക്സിലറേറ്റർ കൊടുത്താണ് വണ്ടി റിവേഴ്സിലേക്ക് എടുത്തത്. എന്നാൽ ഒരു നിരപ്പ് റോഡിൽ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ എടുക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗം കൂടെ നിങ്ങളെ കാണിച്ചു തരാം. മറ്റൊന്നുമല്ല, നിങ്ങൾ ബ്രേക്കിൽ കാല് വെക്കുക, ക്ലച്ചിലും കാല് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് മെല്ലെ കാല് ചെറുതായിട്ടൊന്ന് അയച്ചു കൊടുക്കുക. അതായത് വണ്ടി റണ്ണാകുന്ന രീതിയിൽ ഒന്ന് അയച്ചു കൊടുക്കുക. നിരപ്പ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുമ്പോൾ തന്നെ വണ്ടി പുറകോട്ട് റണ്ണാകും. ഓക്കെ, കണ്ടില്ല, വണ്ടി പുറകോട്ട് റണ്ണായി. ഇപ്പം ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി. ഇതൊരു നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നുണ്ട്, പക്ഷെങ്കിൽ വണ്ടി നീങ്ങുന്നില്ല. അപ്പോൾ ആ ഒരു സ്ലോപ്പ് മാറി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുകയാണ്. ഏറ്റവും സാവധാനത്തിൽ കാലയച്ചപ്പോൾ വണ്ടി വീണ്ടും ബാക്കിലേക്ക് നീങ്ങി. അപ്പോൾ വണ്ടി വീണ്ടും ഞാൻ ചവിട്ടി നിർത്തുകയാണ്. ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി. വണ്ടിയുടെ വേഗത കൂടിയത് കൊണ്ട് തന്നെ വണ്ടി വീണ്ടും നിർത്തി. വീണ്ടും എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, വണ്ടി മെല്ലെ ബാക്കിലേക്ക് നീങ്ങുന്നുണ്ട്. വണ്ടിയുടെ വേഗത കൂടുമ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിങ്ങൾ വീണ്ടും വണ്ടി നിർത്തുക. ഒപ്പം നിങ്ങൾ സ്റ്റിയറിങ്ങും ശ്രദ്ധിക്കുക. വണ്ടിയുടെ ബാക്ക് നോക്കുന്നു, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു, വണ്ടിയുടെ വേഗത കൂടി, ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി വീണ്ടും ഞാൻ നിർത്തി. വീണ്ടും ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയച്ചപ്പോൾ വണ്ടി ബാക്കിലേക്ക് നീങ്ങി. വീണ്ടും ഞാൻ ഇതേ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തി. ഒരു നിരപ്പായിട്ടുള്ള പ്ലേസിലാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് വാഹനം എടുക്കാം. എന്നാൽ നിരപ്പായിട്ടുള്ള പ്ലേസ് ആണ്, ചെറിയ ഗട്ടർ കല്ലുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ക്ലച്ചിൽ നിന്ന് മാത്രം കാലയച്ചാൽ വാഹനം നീങ്ങത്തില്ല. അതിന് നമ്മൾ ആക്സിലറേറ്ററും കൂടെ കൊടുത്താലേ ഒരു വാഹനത്തെ നമുക്ക് നീക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഒരു വാഹനം ഒരു കയറ്റത്ത് റിവേഴ്സ് എടുത്ത് പോകണം, ഇടുങ്ങിയ സ്പേസ് ആണെങ്കിൽ പോലും നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഒപ്പം ആക്സിലറേറ്റർ കൊടുത്ത് മാത്രമേ വാഹനം റിവേഴ്സ് എടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഓർത്തിരിക്കണം, ശ്രദ്ധിച്ചിരിക്കണം. ഒരു കാരണവശാലും വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ നിങ്ങളിത് മറന്നു പോകുവാൻ പാടില്ല. അതായത് ഒരു വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ വണ്ടിയുടെ പിൻഭാഗവും സൈഡും നമ്മൾ നോക്കുന്നത് പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വണ്ടിയുടെ മുൻവശം ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഒരു വണ്ടി നമ്മൾ റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ സ്റ്റിയറിംഗ് നമുക്ക് ചിലപ്പോൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒക്കെ ടേൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ സ്റ്റിയറിംഗ് ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുകയാണ്. അതായത് ലെഫ്റ്റിലേക്ക് ഈ ഒരു തരത്തിൽ സ്റ്റിയറിംഗ് ടേൺ ചെയ്യുമ്പോൾ വാഹനത്തിൻ്റെ മുൻവശം കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വണ്ടിയുടെ ബാക്ക് ഈ ഒരു തരത്തിൽ വരും. സൈഡിലുള്ള ഒബ്ജക്റ്റിലേക്ക് വാഹനം തട്ടാൻ വളരെയധികം സാധ്യതകൾ കൂടുതലാണ്. ഇനി വണ്ടിയുടെ ടയർ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും ടയർ ഈ ഒരു തരത്തിലേക്ക് വരുന്നു. ഈ ഒരു തരത്തിൽ വരുമ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വണ്ടിയുടെ മുൻവശം കുറച്ച് റൈറ്റ് സൈഡിലേക്ക് മാറുകയും അതോടൊപ്പം തന്നെ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ടും റൈറ്റ് സൈഡിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം പുറകോട്ട് എടുക്കുമ്പോൾ കൃത്യമായിട്ടും വണ്ടിയുടെ ബാക്ക് നോക്കുന്നത് പോലെ തന്നെ ഫ്രണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. മിററിലൂടെ വാഹനത്തിൻ്റെ ബാക്ക് ക്ലിയർ ആയിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫ്രണ്ട് നോക്കുക, റൈറ്റ് സൈഡിലെ മിറർ നോക്കുക, ലെഫ്റ്റ് സൈഡിലെ മിറർ നോക്കുക. ഇങ്ങനെ വണ്ടി ക്ലച്ച് കൺട്രോൾ ചെയ്ത് സാവധാനത്തിൽ നിർത്തി ഒരു വാഹനം നിങ്ങൾ പുറകോട്ട് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടൊപ്പം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ. നമ്മൾ ക്ലച്ച് കൺട്രോളും ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്തും വണ്ടി പുറകോട്ട് എടുക്കുന്നത് പോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും വളരെയധികം ശ്രദ്ധിച്ച് വേണം വാഹനം പുറകോട്ട് എടുക്കുവാൻ. അനാവശ്യമായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുവാൻ പാടില്ല. ഏറ്റവും ഇടുങ്ങിയ സ്പേസിൽ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പേസിൽ വണ്ടി റിവേഴ്സ് എടുക്കുമ്പോൾ എങ്ങനെ ഓടിക്കാമെന്നുള്ളതാണ് വീഡിയോയിലൂടെ കാണിച്ചു തന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എപ്പോഴേലും പെട്ടാൽ തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഓൾറെഡി റിവേഴ്സ് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതായത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഉള്ള റോഡിലേക്ക് വണ്ടി റിവേഴ്സ് എടുക്കും
ടയറിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം, സ്റ്റിയറിംഗ് എങ്ങനെ കൃത്യമായിട്ട് തിരിക്കണം, വണ്ടിയുടെ മൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി നേരത്തെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മേളിൽ കൊടുക്കാം. വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആ വീഡിയോ കാണുക. ഈ വീഡിയോയുടെ അവസാനവും ഞാൻ ആ വീഡിയോ കൊടുക്കാം. അതോടൊപ്പം തന്നെ എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു പേജുണ്ട്. പേജിൻ്റെ പേര് ഗുഡ്സൺ കട്ടപ്പന എന്നാണ്. ആ പേജിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.